ഇന്നലെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത കണ്ടിരുന്നില്ല. ചോദ്യ പേപ്പറിൽ ഫ്രീഡം ക്യൂസിൽ അവിടെ വി ഡി സവർക്കറെ കുറിച്ചുള്ള ചോദ്യം വന്ന് നമ്മൾ കണ്ടതാണല്ലോ. ആ ചോദ്യത്തിനെതിരായ വലിയ പ്രതിഷേധം ഇരമ്പുകയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഫ്രീഡം ക്യൂസിലാണ് സവർക്കറെ കുറിച്ചുള്ള ചോദ്യം വന്നത്. അതായത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം അത് അംഗീകരിക്കില്ല എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. കേരളത്തിൽ നമ്മൾ ഇതുവരെ അങ്ങനെ സവർക്കറെ കുറിച്ചുള്ള ഒരു ചോദ്യവും നമ്മുടെ ഒരു പാഠപുസ്തകങ്ങളിലോ ഒരു ഔദ്യോഗിക ചോദ്യ സംവിധാനങ്ങളിലോ കണ്ടിട്ടില്ല. പക്ഷേ ഇതാ പുതിയ സർക്കാർ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കാണുകയാണ് സവർക്കറെ കുറിച്ചുള്ള ചോദ്യം ഒരു സ്കൂളിൽ ചോദിക്കുകയാണ് കുട്ടികളോട്. നോക്കൂ, എന്ത് പ്രസക്തിയാണ് നമുക്കറിയാം. സവർക്കറുടെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരാളുടെ ചോദ്യം ഉയർന്നു വരികയാണ്. ഇതിപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മളിത് പതിവായി കാണുന്നതാണ്. അവിടുത്തെ പാഠപുസ്തകങ്ങളിലും അവരുടെ ചോദ്യപേപ്പറുകളിലും അവരുടെ ഔദ്യോഗിക ഭാഷ ഈ പാഠ സംവിധാനങ്ങളിലെല്ലാം സവർക്കറും അതുപോലെ തന്നെ സംഘപരിവാർ നേതാക്കളുമായി ബന്ധപ്പെട്ടുള്ള പാഠഭാഗങ്ങൾ ഇടം പിടിക്കുന്ന കാണാറുള്ളതാണ്, ചോദ്യങ്ങൾ വരാറുള്ളത് കാണാറുള്ളതാണ്. പക്ഷേ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ അത്തരത്തിലൊരു ചോദ്യം വന്നിരിക്കുകയാണ്. ഇതെങ്ങനെ വരുന്നു, എങ്ങനെ സംഭവിക്കുന്നു? വലിയ പ്രതിഷേധം പല തലത്തിൽ വരികയാണ്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സിജു, സവർക്കറെ കുറിച്ചുള്ള ചോദ്യം ഇടം പിടിച്ചു ഫ്രീഡം ക്യൂസിൽ. ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ഈ വർഗീയ അജണ്ട കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വി ഡി സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടുള്ള ഫ്രീഡം ക്യൂസിൽ ഇടപെടിച്ചതിൽ വലിയ പ്രതിഷേധമാണ് നാടെങ്ങും ഉയരുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ആരംഭിച്ചത്. നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ അണിനിരക്കുന്നുണ്ട്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് വരെയാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. വി ഡി സവർക്കറെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചോദ്യാവലി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അതേസമയം ചോദ്യാവലിയുമായി ബന്ധപ്പെട്ട് AEOമാരോട് റിപ്പോർട്ട് തേടി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AEOമാരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം AEOമാർ അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. വി ഡി സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരം എങ്ങനെ ഉൾപ്പെട്ടു എന്ന് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി നൽകുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരമാണ്, ഫ്രീഡം ക്വിസ് ആണ്. സ്കൂൾ തല മത്സരം നടക്കുമ്പോൾ ഇപ്പോൾ കാസർഗോഡ് വലിയ പ്രതിഷേധം. വീണ്ടും ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നു. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി ഡി സവർക്കറെ പ്രകീർത്തിച്ചുള്ള ചോദ്യം ഫ്രീഡം ക്യൂസിൽ ഇടം പിടിച്ചതാണ് ഈ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിൽ വി ഡി സവർക്കറെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ അയാളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ വന്നു എന്നതാണ് പ്രസക്തമാകുന്ന വിഷയമെന്ന് പറയുന്നത്. സിജു, ഞാൻ സൂചിപ്പിച്ചതുപോലെ LP വിഭാഗം ഫ്രീഡം ക്വിസിലാണ് വി ഡി സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം ഉൾപ്പെടുത്തിയത്. ടൈ ബ്രേക്കറിനുള്ള 5 ചോദ്യങ്ങളിലാണ് ഏറ്റവും അവസാനത്തെ ചോദ്യമായി ഒരു വി ഡി സവർക്കറെ കുറിച്ചുള്ള പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന ചോദ്യമാണ് ഉൾപ്പെടുത്തിയത്. ഉത്തരമായി അതിൽ വി ഡി സവർക്കർ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അത്തരത്തിലൊരു ചോദ്യാവലി സോഷ്യൽ സയൻസ് ക്ലബ്ബ് നേരിട്ട് തയ്യാറാക്കിയിട്ടില്ല. സാധാരണ നിലയിൽ അങ്ങനെ സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യാവലി തയ്യാറാക്കി നൽകാറില്ല എന്നാണ് സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ നൽകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം AEOമാർ വഴിയാണ് ഈ 3 ഉപജില്ലകളിലും ഈ ചോദ്യാവലികൾ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നേരിട്ട് വിദ്യാഭ്യാസ വകുപ്പ് വിതരണം ചെയ്ത ചോദ്യാവലിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ കൈകളിലൂടെ നിരീക്ഷണത്തിലൂടെ തന്നെയാണ് ഈ ചോദ്യങ്ങൾ കടന്നുപോയിരിക്കുന്നത്. ഒരു സംശയം വേണ്ട അല്ലേ? നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 3 ഉപജില്ലകളിലും AEOമാർ ഓഫീസ് വഴി ഇത് കടന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അവരാണ് സ്കൂളുകളിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സംഭവം വിവാദമായതിനെ തുടർന്ന് ഇപ്പോൾ കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം AEOമാർ അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വി ഡി സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരം എങ്ങനെ ഉൾപ്പെട്ടു എന്ന കാര്യം പരിശോധിക്കുമെന്നാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പറയുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. SFIയും കഴിഞ്ഞ ദിവസം ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. സംഘപരിവാറിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തമുണ്ടാക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് ഉന്നയിച്ചത്. ഗാന്ധിപുരത്തിന്റെ ആസൂത്രകനെ സമര പോരാളിയായി അവതരിപ്പിച്ചു. മുസ്ലിം ലീഗിന്റെ സംഘവിരുദ്ധ നിലപാട് തട്ടിപ്പെന്നും SFI സംസ്ഥാന മുസ്ലിം ലീഗിനൊക്കെ ശക്തമായ സ്വാധീനമുള്ള ഇടങ്ങളാണല്ലോ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളും. ഇപ്പോൾ ഈ കുമ്പളയൊക്കെ വലിയ സ്വാധീനമുള്ള ഇടങ്ങളാണല്ലോ. ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ലീഗിന്റെ കമ്മിറ്റി വല്ല പ്രതിഷേധമോ വല്ല പ്രതികരണമോ നടത്തിയിട്ടുണ്ടോ?
മനു, നിലവിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നോ MSFന്റെ ഭാഗത്തു നിന്നോ യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നോ ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇല്ലാത്ത കാര്യത്തിന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആക്ഷേപം സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന സംഘടനകളാണ് യൂത്ത് ലീഗും MSFും ഉൾപ്പെടെയുള്ള സംഘടനകൾ. പക്ഷേ ഈ വിഷയം ഇന്നലെ രാത്രി ഉയർന്നു വന്നതിന് ശേഷം ഒരു പ്രതിഷേധവും യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നോ MSFന്റെ ഭാഗത്തു നിന്നോ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ 2 ജനപ്രതിനിധികൾ ഉൾപ്പെട്ട മേഖലയിൽ ഉള്ള വിദ്യാഭ്യാസ ഉപജില്ല കൂടിയാണ് കാസർഗോഡ്, മഞ്ചേശ്വരം, അതോടൊപ്പം തന്നെ കുമ്പള. ഇവിടെ ഈ പ്രദേശത്ത് 2 മുസ്ലിം ലീഗിന്റെ MLA-മാരാണുള്ളത്. മഞ്ചേശ്വരം MLA AK മഷ്റഫ്, അതോടൊപ്പം തന്നെ കാസർഗോഡ് MLA കല്ലത്ര മാഹിൻ ഹാജി. ഇരുവരും ഇതിലൊരു പ്രതികരണം പോലും നടത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എല്ലാ കാലത്തും ശക്തമായ സംഘപരിവാർ വിരുദ്ധ നിലപാടെടുക്കുന്നത് പോലെ തന്നെ DYFIയും SFIയും എല്ലാം തന്നെ ശക്തമായ പ്രതിഷേധവുമായി ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നു. ഗാന്ധി ഘാതകന് അങ്ങനെ മറ്റൊരു പരിവേഷം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന ശക്തമായ പ്രതിഷേധം. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ വിമർശനവും ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റുമായി രംഗത്ത് വന്നിരുന്നു. ഇന്നിപ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം കാസർഗോഡ് നടക്കുന്നു. ഇത്തരത്തിലുള്ള വ്യാജ അജണ്ടകൾ, വർഗീയ അജണ്ടകൾ കുത്തിക്കയറ്റിക്കൊണ്ട് ഈ VD സവർക്കറെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ DYFI നൽകുന്ന സന്ദേശം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. DYFI ജില്ലാ സെക്രട്ടറി ദിലീപ് പിള്ളാട്ടിന്റെ നേതൃത്വത്തിലാണ് പ്രകടനം നടക്കുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് പ്രകടനം എത്തുന്നത്. ശരി.